ഈ തോര ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടിയതായിട്ട് തോന്നിയിട്ടുള്ളത് മുരിങ്ങയില തോരനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ മുരിങ്ങയില ഇല തന്നെയാണ് കേട്ടോ. ഇല ഒടിച്ചെടുത്തപ്പോൾ കുറച്ച് പൂവും മൊട്ടും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കളഞ്ഞിട്ടില്ല, അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി ഇച്ചിരി സമയം വേണം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങ മൊത്തം തിരികെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ഒന്ന് ഒടിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇതുപോലെ ഒടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, എരിവുള്ള 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അത് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു മുട്ട ചിക്കിയെടുക്കാം. ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഒന്ന് ചിക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്ന സമയം കടുകാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ഒന്ന് വഴന്ന് പോകണ്ട, ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രംബിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പും നമ്മൾ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, അരപ്പും ആ മുരിങ്ങയില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരും. ഇല്ലെങ്കിൽ ഈ ഇല ഇങ്ങനെ കട്ട പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇല ഒന്ന് വാടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരപ്പൊടി ചേർത്ത് കൊടുത്താലുണ്ടല്ലോ, എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സായി കിട്ടും. ഇനി നമുക്ക് പാകത്തുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുരിങ്ങയില തോര എല്ലാവർക്കും റെഡിയാക്കാൻ അറിയായിരിക്കും, ഒരു വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. എന്നാലും ഞാൻ റെഡിയാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ആദ്യമൊന്നും ഈ സവാള വഴറ്റി ചേർക്കാറില്ലായിരുന്നു കേട്ടോ. ഈ സവാള വഴറ്റി ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ ഇതുപോലെ സവാള ഒന്ന് വഴറ്റിയ ശേഷമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലെ അരപ്പും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആവിയിലൊന്ന് റെഡിയായി വരും. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഇത് അടുക്കി പിടിക്കുക. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മൂടി വെച്ച് കൊടുക്കാൻ. ഇത് ഒത്തിരി സമയം നമ്മൾ മൂടി വെച്ചൊന്നും കൊടുക്കണ്ട, ഒത്തിരി വേവുള്ള സാധനവും അല്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നന്നായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവർക്കും റെഡിയാക്കാൻ അറിയാവുന്ന ഒരു സംഭവമാണ് കേട്ടോ മുരിങ്ങയില തോരൻ. എന്നാൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ, നല്ലൊരു ടേസ്റ്റാണ്. ഇന്നലെ കുറച്ച് മുരിങ്ങയില കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറന്നു പോരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.